രാജ്യ തലസ്ഥാനത്ത് ആളിക്കത്തി ഗുസ്തി താരങ്ങളുടെ സമരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പുതിയ പാർലമെന്റ് മന്ദിരം രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിനരികെ ചെങ്കോൽ സ്ഥാപിച്ചു പ്രധാനമന്ത്രി. ഉദ്ഘാടന ഫലകവും അനാച്ഛാദനം ചെയ്തു. ചടങ്ങുകൾ തുടങ്ങിയത് പ്രത്യേക പൂജകളോടെ. പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ മാർച്ച്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷം. ബാരിക്കേഡുകൾ മറികടന്ന് പ്രതിഷേധക്കാർ. ഡൽഹിയിൽ സംഘർഷാവസ്ഥ. സമരക്കാർ പിന്തുണയുമായി എത്തിയ ആനി രാജ അടക്കമുള്ളവർ കസ്റ്റഡിയിൽ. പുതിയ പാർലമെന്റ് മന്ദിരത്തെ ശവപ്പെട്ടിയോട് താരതമ്യം ചെയ്ത് RJD. മന്ദിരത്തെ അപമാനിച്ചത് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ. ശവപ്പെട്ടി കുഴിച്ചു മൂടപ്പെടുന്ന ജനാധിപത്യത്തിന്റെ പ്രതീകമെന്ന് RJD വിശദീകരണം. കേസെടുക്കണമെന്ന് BJP. അരിക്കൊമ്പനെ തളയ്ക്കാൻ തമിഴ്നാട് വനം വകുപ്പ്. കൊമ്പൻ സുരുളിപ്പെട്ടി ഭാഗത്ത് നിന്ന് ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്നു. മയക്കുവെടി വെക്കാനുള്ള സംഘം സ്ഥലത്ത് 2 കുങ്കിയാനകളെയും എത്തിച്ചു. നൈജീരിയ തടവിലാക്കിയ മലയാളികൾ അടക്കമുള്ള എണ്ണക്കപ്പൽ ജീവനക്കാർക്ക് മോചനം. എണ്ണക്കപ്പലും ജീവനക്കാരുടെ പാസ്പോർട്ടുകളും വിട്ടു നൽകി. ജീവനക്കാരുടെ മോചനം 8 മാസങ്ങൾക്ക് ശേഷം. IPL ചാമ്പ്യന്മാരെ ഇന്നറിയാം. കലാശപ്പോരിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. മത്സരം രാത്രി 7:30 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ.